അങ്ങാടിപ്പുറത്ത് സ്വകാര്യ ബസ് ഡ്രൈവറെ അതിക്രൂരമായി മർദ്ദനമേറ്റ ഹാരിസിനോട് മർദ്ദിച്ച ആളിന്റെ ഉമ്മ സംസാരിക്കുന്ന വോയിസ് കേട്ടു. ആ ഉമ്മയുടെ വേദന കേൾക്കുമ്പോൾ നമുക്കൊക്കെ പ്രയാസമുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഹാരിസിന്റെ കുടുംബമോ അതേപോലെ തന്നെ ഇന്ന് കേരളത്തിൽ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് ബസ് തൊഴിലാളികൾ അതിനും വേണ്ടി ഇവിടെ മർദ്ദനമേൽക്ക് ഇത് കണക്ക് നിസ്സാരവൽക്കരിച്ച് കളയാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുമ്പോൾ ആ വീട്ടിലും ഇത് കണക്ക് കൂട്ടനിലവിളികൾ ഉയരുന്നുണ്ട്. അതിനെല്ലാം ഇന്ന് ഒരു പക്ഷേ ആരും കേൾക്കാതെയാണ് പോകുന്നത്. ഇപ്പോൾ ഉമ്മായുടെ ഒരു വിഷമം അത് ആ ഉമ്മായുടെ എല്ലാ രീതിയിലും ഉമ്മയെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. നമുക്കും അപ്പോൾ തന്നെ ആരിസ് പറയുന്നുണ്ടല്ലോ 3 മക്കളുടെ പിതാവാണെന്ന്. അത് കണക്ക് ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു ജോലിക്ക് നല്ല പ്രായമുള്ളവർക്ക് വരെ ഇവിടെ മർദ്ദനം ഏൽക്കുന്നുണ്ട്. 50 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ മർദ്ദനം കിട്ടുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വരുന്നത് അവരുടെ മക്കളുടെ പഠിത്തത്തിനും മറ്റു കാര്യത്തിനും കുടുംബ ചെലവുകൾക്കുമാണ്. അതൊക്കെ ഇത്തരത്തിൽ ഇറങ്ങുന്നവർ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുക എന്തുകൊണ്ട്. ഇതിപ്പോൾ അത്രയും വലിയൊരു കുറ്റകൃത്യമായതുകൊണ്ടാണ് പോലീസും അതിനകത്ത് ഇത്രയും താല്പര്യമെടുത്ത് ആ അറസ്റ്റ് നടന്നത്. കാര്യം ഈ വാഹനം പുറകോട്ട് പോകുമ്പോൾ പുറകു സൈഡിൽ 2 കാറുകളില്ല എന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ അത് പുറകോട്ട് ഏതെങ്കിലും താഴ്ചയിൽ പോയി മറിയുകയോ മറ്റോ ചെയ്താൽ എത്ര ജീവനാണ് അപകടത്തിലാവുന്നത്. അപ്പോൾ ഇതിനകത്ത് കയറി മർദ്ദിക്കുന്നവർ അപ്പോഴും ഒന്നുകിൽ അവരുടെ ആ തൻ്റെ ഇടം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മനോഭാവം തീർത്തും കളി തീർത്തിട്ടാണ് പോകുന്നത്. അതിക്രൂരമായ രീതിയിലാണ് ഇവിടെ കേരളത്തിൽ പലയിടത്തും ബസ് തൊഴിലാളികൾക്ക് മർദ്ദനമേൽക്കുക. അത് ഇത് കണക്കുള്ള നിസ്സാര കാര്യങ്ങൾക്ക് ഒരു പക്ഷേ ഒരു കാര്യമുള്ള കാര്യമാണെങ്കിൽ പോലും ഇങ്ങനെ കയറി മർദ്ദിക്കാൻ എന്ത് അധികാരമാണുള്ളത്? അതിനല്ലേ ഇവിടെ നിയമവും പോലീസും കോടതിയും മറ്റ് എല്ലാ തലത്തിലുള്ള വകുപ്പുകളും ഒക്കെ ഉള്ളത്. മറ്റേ ആരെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ കയറി മർദ്ദിക്കാൻ പറ്റുമോ? സ്വകാര്യ ബസ് തൊഴിലാളികളല്ലാതെ ഇവിടെ എത്രയോ ലക്ഷം അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്തെല്ലാം രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ഇവിടെ ചെയ്യുന്നു. ആരെങ്കിലും അവരെ ഇങ്ങനെ മർദ്ദിക്കുന്നുണ്ടോ ജോലി സ്ഥലത്ത് പോയി? അപ്പോൾ ഇത് എന്തുമാകാം എന്നുള്ള ഇതിലാണ്. ഉമ്മയോട് എല്ലാ സ്നേഹവും ബഹുമാനമുണ്ട്. പക്ഷേ ഇതിൽ ആരിസെടുക്കുന്ന ഒരു നിലപാട് അത് കേരളത്തിലെ സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. നാളെ ഇത് ആവർത്തിക്കരുത്. ഇത്തരത്തിലുള്ളവർക്കും ജോലിയിടങ്ങളിൽ ഭയമില്ലാതെ അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദനമേൽക്കാതെ പണിയെടുക്കേണ്ട ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ്. ഉമ്മയുടെ വിഷമം മനസ്സിലാക്കുന്നു. മറിച്ച് മറുഭാഗത്ത് ഇപ്പോഴും മർദ്ദനമേറ്റ് ജോലി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിക്കുകയൊക്കെ ചെയ്ത 100 കണക്കിന് അമ്മമാരുടെ കരച്ചിലുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം.